ശേഷം രണ്ടാമത്തെ പടമല്ലേ, മൂന്നാമത്തെ DNA, ബെസ്റ്റി, കേസ്. എഗ്രിമെന്റ് അല്ല, അദ്ദേഹം എനിക്ക് അവസരങ്ങൾ തന്നു. എഗ്രിമെന്റ് ഒന്നും അല്ല, അദ്ദേഹത്തിന് എന്നെ വളരെ ഇഷ്ടമാണ്, ഒരു മോനെ പോലെ, അനിയനെ പോലെ. എനിക്ക് ഒരു ടാലൻ്റ് ഉണ്ടായി എന്ന് തോന്നിയത് കൊണ്ട് അദ്ദേഹം എന്നെ വെച്ച് ഈ 3 മൂവീസും ചെയ്ത്, അദ്ദേഹമാണ് ഈ 3 മൂവിയിലും എന്നെ സജസ്റ്റ് ചെയ്തത്. ഈ പോലീസ് ഓഫീസറുടെ വേഷം ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പോലീസ് വേഷം ചെയ്യുന്നത്. 2 കാലഘട്ടങ്ങളിലുള്ള സിനിമ ആയതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ആൾ വന്നാൽ ഞാൻ തന്നെ ആ കഥാപാത്രം ചെയ്യണമെന്ന്. പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത് മമ്മൂട്ടിയുടെ തിരിച്ചുവരവ്. അപ്പോൾ ഇക്കാക്ക് ഇത് നേരത്തെ അറിയുന്ന കാര്യം തന്നെയാണ്, കുടുംബമാകുമ്പോൾ നേരത്തെ അറിയാം. എന്തൊക്കെയാണ് പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷയാണ്. മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ഇന്ന് ആഘോഷമാണ് സോഷ്യൽ മീഡിയയിൽ. അതെ, സോഷ്യൽ മീഡിയയിൽ ആഘോഷമാണ്. അദ്ദേഹത്തോട് അത്രയും ഇഷ്ടപ്പെടുന്ന മലയാളി പ്രേക്ഷകരും തമിഴാണ് എല്ലായിടത്തും ഇല്ല. അദ്ദേഹത്തെ വളരെ ഇഷ്ടമല്ലേ. ഞാനും അദ്ദേഹത്തിൻ്റെ ആരാധകനാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാൻ ബോയാണ്. പിന്നെ എൻ്റെ അമ്മാവനും കൂടിയാണ്. അപ്പം നമുക്ക് അത്രത്തോളം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ, നിങ്ങളും കാത്തിരിക്കുന്ന പോലെ, സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്ന പോലെ ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം ഞങ്ങളുടെ എൻ്റെ കേസ് ഡയറി മൂവീസ് റിലീസാണ്. അതിൻ്റെ ഒരു സന്തോഷവും, മാമിച്ചി ഇങ്ങനെ തിരിച്ചു വരുന്നൊരു സന്തോഷം. കാരണം പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നു. അദ്ദേഹം അടുത്ത മാസം വരുമെന്ന് ആൻഡേഴ്സ് പേട്ടനും ജോർജ് ചേട്ടനും അവർ പോസ്റ്റ് വഴിയിട്ടുണ്ട്. ബാക്കി ഒരുപാട് പേര് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ ഇക്കാൻ്റെ ഓരോ വരവും ആഘോഷമാണ്. അതൊരു വെറൈറ്റി വരവ് തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമല്ലോ അല്ലേ? തീർച്ചയായും. മാംസി എങ്ങനെ വന്നാലും ഭയങ്കര ആഘോഷമല്ലേ, ഒരു വെറൈറ്റി വരവല്ലേ വരുള്ളൂ. വരുമ്പോൾ ഒരു വലിയ വരവ് തന്നെയായിരിക്കും. ഏത് സ്റ്റൈലിൽ വരും, എന്ത് ഗെറ്റപ്പിലാണ് വരാൻ പോകുന്നത്, അതാണിപ്പോൾ സോഷ്യൽ മീഡിയയും പ്രേക്ഷകരും കാത്തിരിക്കുന്ന പോലെ ഞാനും കാത്തിരിക്കുന്നത്, ഞങ്ങളുടെ കുടുംബവും കാത്തിരിക്കുന്നത്. എത്രത്തോളം ഇക്കാക്കതൊരു ആഘോഷമായിരിക്കും? ഒരു കുടുംബക്കാരനാണ്, അടുത്ത ബന്ധുവാണ്. അപ്പോൾ ഇക്ക പേഴ്സണലി എത്രത്തോളം ഹാപ്പി ആയിരിക്കും? നമ്മൾ വളരെ സന്തോഷമാണല്ലേ. നമുക്ക് ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നു ഈ അവസരത്തിൽ. കാരണം അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു. ഒരാൾ ഇപ്പം അദ്ദേഹം ഞാൻ പറയല്ലേ, മറ്റുള്ള ആരാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളായാലും നമ്മുടെ എല്ലാവരും പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ടിരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതുപോലെ പൂർണ്ണ ആരോഗ്യവാനായിട്ടും സന്തോഷവാനായിട്ടും ഇരിക്കും. ഇന്ന് ഉച്ച മുതലാണ് ഈ പോസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ എല്ലാ സാറ്റലൈറ്റ് ചാനലും അടക്കം എല്ലാവരും ഈ കണ്ടന്റാണ് കയറുന്നത്. ഇന്ന് ഇവിടെ വന്ന സാറ്റലൈറ്റ് ചാനലടക്കം ഫസ്റ്റ് ചോദിക്കുന്നത് ഇതാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഇതൊരു ബാരിയറായിട്ട് തോന്നുന്നുണ്ടോ? എവിടെ ചെന്നാലും മമ്മൂക്കയെ കുറിച്ച് മാത്രം ചോദിക്കുന്നത് അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. എൻ്റെ അമ്മാവന് അദ്ദേഹത്തെ പറ്റി ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ ഒരു അവസരം കിട്ടില്ല. അവന് ചോദിക്കാൻ മീഡിയ തോന്നുന്നത് അത് സന്തോഷമുള്ള കാര്യമുള്ളൂ. അത് മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ചും കൂടി ഉത്തരവാദിത്വം അങ്ങനെ ഒരു ഉത്തരവാദിത്തം എൻ്റെ അമ്മാവന് സുഖമാണോ എന്ന് ചോദിക്കുന്നത് എന്ത് ഒരു ഉത്തരവാദിത്വം. മമ്മൂക്കാൻ്റെ ഏതെങ്കിലും ഒരു കഥാപാത്രം അതിൻ്റെ സെക്കൻഡ് പാർട്ട് പിന്നെ ഇക്കാക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം മമ്മൂട്ടി അമ്മാവൻ ചെയ്ത് വെച്ചേക്കുന്നത് വേറെ ലെവലിൽ ചെയ്ത് വെച്ചേക്കുന്ന എനിക്ക് എൻ്റെ ഒരു ഇതിൽ ആരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ഞാനങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ആയതുകൊണ്ടാണ് ഞാനിപ്പം കേസ് ഡയറിയിൽ വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ കേസ് ഡയറിയുടെ കാര്യം എടുക്കുമ്പോൾ പോലീസ് വേഷം ആദ്യമായിട്ടല്ലേ, എത്രത്തോളം എക്സൈറ്റഡ് ആണ്? അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. പോലീസ് വേഷം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പ്രേക്ഷകർ എങ്ങനെ എടുക്കും, അതിപ്പോൾ മറ്റന്നാൾ റിലീസാണ്. എന്നെ കൊണ്ടാകാവുന്ന രീതിയിൽ ഞാൻ പെർഫോം ചെയ്ത് എന്ന് വിശ്വസിക്കുന്നു. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിരിക്കും, ടെൻഷനാണ് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സിനിമ റിലീസ്. നമുക്കാണെങ്കിൽ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ ചെയ്ത് പരിചയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഭാസ്കർക്ക് പുതിയ പോലീസ് വേഷം ചെയ്യുന്ന സമയത്ത് റെഫറൻസ് നമുക്കടെ അങ്ങനെ റെഫറൻസ് ഒന്നും എടുത്തിട്ടില്ല. ഒന്നും റെഫറൻസ് എടുത്തില്ല. കാരണം ഞാൻ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് സിനിമ കാണുമ്പോൾ നമുക്കടെ പോലീസ് വേഷങ്ങൾ കണ്ടു തുടങ്ങിയാണ്. അപ്പോൾ അത് നമുക്ക് ഒരു സന്തോഷമല്ല. മമ്മൂക്കാട് സിനിമ പല രീതിയിലുള്ള പോലീസ് ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്യുന്നത്. അതൊരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അത് എവിടെയെങ്കിലും ഉണ്ടാകും. നമുക്ക് യൂണിഫോം സാധാരണ ഭാസ്കർക്കാടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും സാറിൻ്റെ ഒരു ലുക്ക് ഉണ്ട്, അപ്പിയറൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ പോലീസ് കഥാപാത്രത്തിൽ വരുന്ന സമയത്താണെങ്കിൽ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിലൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടില്ല. അല്ല അദ്ദേഹം ആ ക്യാരക്ടർ കയറി വരിക അല്ലെ, എനിക്കതങ്ങനെ ചെയ്തു എന്ന് ആരും തോന്നിയിട്ടില്ല. എൻ്റെ ക്യാരക്ടർ ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ ക്രിസ്റ്റീസാമായിട്ട് അഭിനയിച്ചു. ഞാൻ ആക്ച്വലി ഞാൻ നടന്നു പോകുമ്പോൾ അല്ലെ എൻ്റെ സൈഡിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഈ ശബ്ദം കൊണ്ടും ഭയങ്കര സാമ്യമാണല്ലോ.
മമ്മൂക്കയുടെ ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ടുണ്ടോ കൊച്ചിലേക്ക്? കുഞ്ഞിലേക്ക് പറഞ്ഞിട്ടുണ്ട്, നമുക്കവിടെ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ, ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ എന്നൊക്കെ. അല്ല, ഒരു ഡയലോഗ് പ്രസന്റ് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് വേണ്ടി? പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് അല്ല, ഇതൊക്കെ പറഞ്ഞു നടന്നു. അല്ല, ഒരു ഡയലോഗ് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കളിയാക്കല്ല, എനിക്ക് മിമിക്രി അറിയത്തില്ലെന്ന് ഞാൻ ഇപ്പോഴേ ഈ പോസ്റ്റർ കാണുമ്പോൾ വിജയരാഘവൻ ചേട്ടൻ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു അഴകാണ്, ഒരു പോസിറ്റീവ് എനർജി ആണ്. എങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ള ഇപ്പോൾ വിജയരാമൻ ചേട്ടനായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം അഭിനയിക്കുകയാണ്. ഒരുപാട് ഞാനിപ്പോൾ പോലീസ് ഓഫീസർ ചെയ്യുമ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും, അദ്ദേഹം കുറേ ടിപ്സ് പറഞ്ഞു തരും. ഫസ്റ്റ് ഡേ തന്നെ ഞാനായിട്ട് ഭയങ്കര മിങ്കിളായി, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയി. ഇപ്പോൾ നമുക്ക് ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ കേസ് ഡയറി എന്നുള്ള ഈ സിനിമ പ്രേക്ഷകരുടെ ഇതിലേക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത്? ഏത് പ്രേക്ഷകരിലേക്കാണ്? എല്ലാത്തരം പ്രേക്ഷകർക്കും പറ്റിയ സിനിമയാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കേസ് ഡയറി എന്നൊരു മൂവി തന്നെ ഈ നെയിം പോലെ തന്നെ ഫുൾ ടൈം കേസ് അന്വേഷണമല്ല. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സോങ് ഉണ്ട്, ഫാമിലി സെന്റിമെന്റ്സ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്, റൊമാൻസ് ഉണ്ട്. ഫാമിലി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.